ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കേരളത്തെ മുഴുവനും അല്ല, ലോകത്തിലെ എല്ലാ മലയാളികളെയും പിടിച്ചുലച്ച ഒരു സംഭവമാണല്ലോ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും 3 ഗ്രാമങ്ങളാണ് നാമാവശേഷമായി പോയത്. അവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് പോലും നമ്മൾക്കറിയാൻ പറ്റാത്ത വിധം ഭൂമിയുടെ മുഖത്തു നിന്നും തൂത്തെറിയപ്പെട്ട് കഴിഞ്ഞു. ഓർക്കുമ്പോൾ ഇന്ന് 9 ദിവസമായി ഈ ദുരന്തം സംഭവിച്ചിട്ട്, എന്നാലും ഇന്നും അത് ഓർക്കുമ്പോഴേത്തിന് മനസ്സിനകത്ത് എന്തോ ഒരു ആദിയാണ്, വ്യഥയാണ് എന്നൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. ടി വിയിൽ കാണുമ്പോഴേ ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിരത്തി അടുക്കി അങ്ങ് ഇട്ടിരിക്കുന്ന പോലെ ആ ഗ്രാമത്തിൽ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ ഇത് റിയലാണോ അതോ സ്വപ്നമാണോ എന്നാണ് നമ്മളങ്ങ് ആലോചിച്ചു പോകും. ഇതിപ്പോൾ ഒരു മൂവിയിലാണ് കണ്ടിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചേനെ ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന്. പക്ഷേ ഇത്രയും വലിയ പാറക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഭൂമി നിറയെ അങ്ങ് നിരത്തി വെച്ച പോലെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ സഹിക്കാൻ പറ്റുന്നില്ല. വയനാട്ടിൽ പൊലിഞ്ഞ ഓരോ ജീവനെയും ഓർത്ത് ശരിക്കും ദുഃഖപ്പെടുന്നു. അതുപോലെ തന്നെ എൻ്റെ അനുശോചനവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതിലപ്പുറം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം വയനാട്ടിൽ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ അവസ്ഥ നമ്മൾക്ക് ഊഹിക്കാനേ പറ്റത്തില്ല. അവരെ നമ്മൾ എന്തുമാത്രം കൊടുത്താലും സഹായിച്ചാലും എല്ലാം അവരുടെ മാനസികാവസ്ഥ നോർമൽ രീതിയിലോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർക്കൊരു ആശ്വാസവും പ്രത്യാശയും നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിന് നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഏതാണെങ്കിലും വയനാട്ടിലുള്ളവരെ പുനരധിവസിപ്പിക്കുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനവും അതിന് തക്കതായ എല്ലാവരുടെയും സന്നദ്ധതയും ഒക്കെ അപ്രിഷ്യേറ്റബിളാണ്. അവർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട്. എല്ലാവരും കേരളം ഒറ്റക്കെട്ടായി നിന്ന് ഈ ദുരന്തത്തിനെ നേരിടുന്ന ആ ഒരു ഇത് ഭയങ്കരമായിട്ടും ഒരു സംതൃപ്തി തരുന്ന ഒന്നാണ്. ഒരാപത്ത് വന്നപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ സഹായിക്കാൻ. ഞാൻ പറയുന്നത് അവരെ പുനരധിവസിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് വേണ്ട കൗൺസിലിങ്ങിനും വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്യണം. ഒരുപാട് പേർക്ക്, കുട്ടികളും പ്രായമായവർക്കും അല്ലാത്തവർക്കും മിഡിൽ ഏജ് എല്ലാവർക്കും ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. കാരണം എന്നാ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് സംഭവിച്ചത്. നമ്മളൊക്കെ എത്രയോ മൈൽ, ഞാനൊക്കെ ഇരിക്കുന്നത് എത്രയോ മൈൽ ദൂരെയാണ്. എന്നിട്ട് പോലും ഇത് ടി വിയിൽ കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവിടെയുള്ളവർ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഓർക്കാനായിട്ട് വയ്യ. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ കരങ്ങൾ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കൗൺസിലിങ്ങിനും വേണ്ടവർ ഒന്നും വിചാരിക്കാതെ കൗൺസിലിങ് തന്നെ എടുക്കണം. അപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് മനസ്സിലായി? എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. നമ്മൾ ആരും ഒന്നും കണ്ട് ഒട്ടും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഒരുപാട് സ്വത്തുണ്ടെന്നോ, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ചെറിയ പ്രായമാണെന്നോ, നമ്മൾക്കിനി ഒരുപാട് വെട്ടിപ്പിടിക്കാനുണ്ടെന്നോ, നമ്മൾക്ക് എന്തെല്ലാം ഉണ്ടായാലും, ഇനിയും സ്വത്തായിട്ട് വിദ്യാഭ്യാസമായിട്ട് എന്തെല്ലാം ഉണ്ടായിരുന്നാലും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഞൊടിയിടം മാത്രം. കാരണം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേന് കുറേ ഭാഗങ്ങളില്ല. നമ്മുടെ ഭൂമിയുടെ മുഖത്തു നിന്നും അത് പാടെ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പം നമ്മുടെ ജീവിതം എന്താ ഗ്യാരണ്ടിയാണ് ഉള്ളത്? നമ്മൾ അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമെന്ന്. ഈ പരമാർത്ഥം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. അപ്പോൾ സത്യമൊന്ന് മനസ്സിലാക്കിയെങ്കിൽ എല്ലാവരും അവനവന് ദൈവം തന്ന ഈ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം പകരാനായിട്ടും ജീവിച്ച് തീർത്തേനെ. അല്ലാതെ മറ്റുള്ളവരെ എന്തെല്ലാം പറഞ്ഞ് മറ്റുള്ളവരെ ദ്രോഹിക്കാം, അസൂയയും പൈശന്യവും സ്പർദ്ധയും അതുപോലെ തന്നെ ഈ ഡീഗ്രേഡിങ്ങും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തും നെഗറ്റീവായിട്ട് പറഞ്ഞ് അവരെ ഒന്ന് നിരുത്സാഹപ്പെടുത്താനും എല്ലാം ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിക്കത്തില്ലായിരുന്നു. വാസം പറഞ്ഞാൽ ഒരു കാര്യം ഓർക്കണം, ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയും കുശുമ്പും പൈശന്യവും സ്പർദ്ധയും എല്ലാം ഉണ്ടെങ്കിൽ അത് തങ്ങളുടെ ജീവിതം തന്നെയാണ് നശിപ്പിക്കുന്നത് കേട്ടോ. അതൊന്നും ആർക്കും ഒരു ഉപകാരം ചെയ്യുമെന്ന് ആരും വിചാരിക്കേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ, ഇതെൻ്റെ അഭിപ്രായമാണ്, നമ്മളെല്ലാവരും ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. എന്നിട്ട്
നമ്മൾക്ക് കിട്ടിയ ജീവിതം, നമ്മൾക്ക് ഇന്നത്തെ ഈ നിമിഷം മാത്രമേ ഉള്ളൂ, ആ ജീവിതം നമ്മൾ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ഒരു ആത്മപരിശോധന നടത്തിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. എന്നിട്ട് അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ സന്തോഷം. നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ്. അതൊന്നും ആരും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല കേട്ടോ. നമ്മളങ്ങ് നിർബന്ധിച്ചങ്ങ് ഫോഴ്സ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തെന്നിരിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ മിന്നൽ കാണിക്കാൻ വേണ്ടി കുറച്ചൊക്കെ സഹായം ചെയ്തിരിക്കും. പക്ഷെ അതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മൾക്ക് എന്ത് കൊടുക്കാനായിട്ടും സഹായിക്കാനായിട്ടും ഉള്ള ആ മനസ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഞാൻ പറയുക, നിങ്ങളിനി ഒന്നും കൊടുത്തില്ലേലും വേണ്ടുകയില്ല, മനുഷ്യരെ ദ്രോഹിക്കാതെ ഇരുന്നു കൂടെ. വെറുതെ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എന്തിനും മനുഷ്യരെ ദ്രോഹിക്കുന്നു? മനസ്സിലായോ? അങ്ങനെ ദ്രോഹിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ജീവിതമാണ് നശിപ്പിക്കുന്നതെന്ന് മാത്രം ഓർക്കാം. മറ്റുള്ളവർ എന്നെ എടുക്കുമെന്നറിയാം, പറഞ്ഞേച്ചു പോകും. എനിക്ക് എൻ്റെ ജീവിതം എനിക്കറിയാം ജീവിച്ചു തീർക്കാൻ. അല്ലെങ്കിൽ അവർക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കാണും എങ്ങനെ ജീവിക്കണമെന്നുള്ളത്. അവരതനുസരിച്ച് ജീവിക്കും. കൂടുതലായിട്ടൊന്നും ഞാൻ ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത് മഹാദുരന്തമാണ്, ലോക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചും കഴിഞ്ഞു ആണ്. ഈ ദുരന്തത്തിൽ നിന്ന് നമ്മൾ ഇതെല്ലാം മറന്നു കളയണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇത് നമ്മൾക്ക് മറക്കാൻ സാധിക്കത്തില്ല, ആർക്കും മറക്കാൻ സാധിക്കത്തില്ല. കാരണം ഇത് ചരിത്രമായിപ്പോയി. ആ സംഭവിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ ജീവത്യാഗം കൊണ്ടാണ് 400-ൽ പരം ആൾക്കാരുടെ ജീവൻ ഒടുങ്ങിയ ഈ സംഭവത്തിൽ ബാക്കിയുള്ളവരുടെ ജീവിതം, നമ്മുടെ എല്ലാവരുടെയും ജീവിതം ദൈവം തന്ന ദാനമാണ്. മനസ്സിലായോ? അത് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നോക്കുക. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയയും കരുണയും ആർദ്രവും കമ്പാഷനും എല്ലാമുള്ള ഒരു ജീവിതമായിട്ട് തീരണം. ഈ പൈശന്യവും പരസ്പരതയും കുശുമ്പും വൈരാഗ്യവും എല്ലാം എടുത്തങ്ങ് കളാം. എന്നിട്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനായിട്ടും അവരോടൊക്കെ ഒരു സ്നേഹമായിട്ടും സാഹോദര്യത്തിൽ കൂടെയൊക്കെ പെരുമാറാനായിട്ട് നമ്മൾ ചെയ്തെന്നാൽ അത് നമ്മൾക്ക് തന്നെ സന്തോഷം തരുന്ന കാര്യമായിരിക്കും കേട്ടോ. നമ്മുടെ ജീവിതം ബാക്കിയുള്ളത് ഒരു പർപ്പസിന് വേണ്ടിയാണ്. അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിലുള്ള പർപ്പസ്? ആ പർപ്പസ് നിവൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് ഈ ദുരന്തം നമ്മൾക്കെല്ലാവർക്കും നമ്മൾക്കൊരു സെൽഫ് അനാലിസിസ് അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ആത്മപരിശോധന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ട് നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം. നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവനവൻ തന്നെ ഒരു ആത്മപരിശോധന നടത്തിയിട്ട് നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യമാണെന്ന് വെച്ചെന്നാൽ അത് ചെയ്യണം. അത് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടാകരുതെന്ന് മാത്രം. അത് അവർക്കൊരു സഹായമോ അവർക്കൊരു സന്തോഷം കിട്ടുന്നതോ പോലെയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒന്ന് പോസിറ്റീവായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരെ ഒന്ന് പോസിറ്റീവായിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതും ഒക്കെ ഒരു സഹായം തന്നെയാണ്. നമ്മൾ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുമ്പോൾ സാരമില്ല എന്നൊന്ന് പറയുന്ന ഒരു വാക്കിന് പോലും ഭയങ്കരമായിട്ടുള്ള ശക്തിയുണ്ട്. അതും ഒരു സഹായം തന്നെയാണ്. അപ്പോൾ വയനാട്ടുകാരോടെന്നേ പറയാനുള്ളൂ, തീർക്കാത്ത നഷ്ടമാണ് വയനാടിന് സംഭവിച്ചത്. അത് കേരളത്തിലെ ഓരോ മനുഷ്യരെയും പിടിച്ച് കുലുക്കിയ ഒരു സംഭവമാണ്. ഇതിൽ നിന്നും അതിജീവിക്കണം. ഒരു ഫിനിക്സ് പക്ഷി പോലെ വയനാട് ഉയർത്തെഴുന്നേൽക്കണം. കേരളത്തിലെ ആളുകളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് വയനാടിനെ സംരക്ഷിക്കുന്നത് അല്ലെ സഹായിക്കുന്നത്. ധനസഹായവും അതുപോലെയുള്ള മറ്റ് ഭക്ഷ്യസാധനങ്ങളും വസ്ത്രങ്ങളും എല്ലാം കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് വയനാടിന് ഉപകാരപ്രദമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ധൈര്യം കൈവിടാതെ ദൈവം തന്ന ഈ ജീവിതം കണിശമായിട്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവിതമായിട്ട് തീരട്ടെ. ഒരു ഫിനിക്സ് പക്ഷി പോലെ വയനാട് ഉയർത്തെഴുന്നേൽക്കണം.